അവർ ഹോസ്പിറ്റലിലെത്തി. അവൾ ആദർശിൻ്റെ വണ്ടിയിൽ നിന്നിറങ്ങി വേഗം ഓടിപ്പോവുന്നു. ആദർശ് ഹോസ്പിറ്റലിൽ കയറി. ഡോക്ടർ അവനെ കണ്ടതും "ഇതാര്? ആദർശോ? എന്തുണ്ട് വിശേഷം? " അവർ സംസാരിക്കുന്നു. ഡോക്ടർ ഇന്ദുവിനെ കണ്ടതും "ഇന്ദു, എന്തായി തീരുമാനം? " അവൾ ഒന്നും മിണ്ടുന്നില്ല. ഹോസ്പിറ്റൽ ആദർശിൻ്റെ അച്ഛൻ്റെയാണ്. ആദർശിനെ കണ്ടതും ഇന്ദു അവിടെ നിന്നു പോകുന്നു. ആദർശ് കാര്യങ്ങൾ തിരക്കി ഡോക്ടറോട്. അവളുടെ മുത്തശ്ശിക്ക് വയ്യാത്ത കാര്യം അവനറിയുന്നു. അവൻ അവിടെ നിന്നു പോകുന്നു. അവൻ ആലാട്ട് വീട്ടിലെത്തുന്നു. "അമ്മയുടെ ഊരുതെണ്ടി വന്നോ? നീ എപ്പോൾ പോയതാടാ? വന്നാലും നീ ഇവിടെ നിൽക്കില്ല. നിന്റെ അച്ഛൻ്റെ അതേ സ്വഭാവമാണ് നിനക്ക്. പിണങ്ങല്ല അമ്മേ. " "ഞാൻ ആ വാര്യത്തെ ഇന്ദുവിനെ. " എന്നിട്ട് മിണ്ടാതെ നിൽക്കുന്നു. "എന്താടാ പറഞ്ഞ്? ഏത് ഇന്ദു? " "അമ്മേ, അത് വാര്യത്തെ വാസുദേവേട്ടൻ്റെ മകൾ ഇന്ദു. ഇന്ദു മതി. " "ഡാ കണ്ണാ, വേണ്ട. ഇനി ഒന്നിനും നിൽക്കണ്ട. ദേവകി ആദ്യം ഒന്ന് മിണ്ടിയെങ്കിലും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ മിണ്ടില്ല. " "അമ്മേ, അതിന് ഞാനൊന്നും ചെയ്തില്ല. അവളുടെ മുത്തശ്ശി ആശുപത്രിയിലാണ്. ഞാനൊരു ലിഫ്റ്റ് കൊടുത്തതാ. " "ഡാ മോനെ," ആദർശിൻ്റെ അച്ഛൻ വിളിക്കുന്നു. "എന്താടാ നീ വീണ്ടും? " എന്താ അച്ഛൻ പറയുന്നേ? " "ഡാ മോനെ, നിന്റെ പേരിലാണ് ഞാൻ ആദ്യമായി തല കുനിക്കേണ്ടി വന്നത്. അതും ആ വാസുദേവൻ കാരണം. " "അച്ഛാ, അച്ഛൻ തലകുനിക്കാൻ കാരണം വാസുദേവനല്ലേ? അന്നത്തെ പ്രതികാരം ഞാൻ ഇപ്പോൾ തീർക്കട്ടെ. " അച്ഛൻ ചിരിക്കുന്നു. "നിനക്ക് ഇപ്പോഴും ഇന്ദുവിനെ? " "അതെ, എനിക്ക് ഇന്ദുവിനെ വേണം. അവളെ ഒരു ദിവസത്തേക്കല്ല, എൻ്റെ ജീവിതസഖിയായി, എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും നല്ല മരുമകളായി, എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായി അവൾ ഈ ആലാട്ട് തറവാട്ടിൽ വേണം. എന്തോ ഞാൻ അവളെ മറന്നതായിരുന്നു. പക്ഷേ ഇന്ന് അവളെ കണ്ടപ്പോൾ എനിക്ക് ഒരു പെണ്ണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് അവളാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.